നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം വി ഗോവിന്ദൻ വാ തുറന്നാൽ CPM-ന് മയ്യത്താണ്. പാർട്ടിക്ക് 4 വഴി കൂടെയും അടികിട്ടുന്ന വർത്തമാനമേ കൂറ്റനാട് മാഷ് പറയൂ. ഇപ്പോൾ വീണ്ടും വന്നൊരു ഡയലോഗ് അടിച്ചു. പതിവ് പോലെ പാർട്ടി എയറിലാണ്. താത്വികമായി മണ്ടത്തരം വിളമ്പും, എന്നിട്ട് അതിൽ അഭിമാനം കൊള്ളും. പൊക്കിപ്പിടിച്ച സാംസ്കാരിക നായകരെയൊക്കെ ഇപ്പോൾ വലിച്ചു പുറത്തിട്ടതോടെ സമനില തെറ്റി പ്രതികരണവുമായി രംഗത്ത് വന്ന ഗോവിന്ദൻ അടിച്ച ഡയലോഗ് കേൾക്കണം. തുടർ ഭരണമുണ്ടായാൽ മലയാളത്തിൽ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാകില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണം കിട്ടിയാൽ ഈ പ്രയോഗം അവസാനിക്കും. ജനങ്ങളെ പ്രതിനിധീകരിച്ചു പറയാൻ കേരളത്തിൽ പാവങ്ങൾ എന്ന പദം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോടാണ് പറയുന്നത്. വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ കൂടുതൽ വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ ജനതകളുടെ ജീവിതത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങളെയും എത്തിക്കും. അത്തരത്തിൽ ഒരു നാടാക്കി കേരളത്തെ മാറ്റുകയാണ് ഞങ്ങളുടെ ഉന്നം. VD സതീശന്റെ ജാഥയിൽ കേരളത്തിന്റെ വികസനം എന്ന അജണ്ട ഇല്ല. കോലീബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് സതീശൻ പ്രവർത്തിക്കുന്നത്. കള്ളം പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ സമീപനം. രാജീവ് ചന്ദ്രശേഖറിന് വർഗീയതയില്ലെന്ന് പറഞ്ഞ നേതാവാണ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയത ഇല്ല എന്നും പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ നിലപാട് ഇതുതന്നെയാണോ? MV ഗോവിന്ദൻ ചോദിക്കുകയാണ്. ഇതും പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതും മലയാളി എടുത്തിട്ട് തട്ടി. നേതാക്കന്മാരുടെ കുടുംബങ്ങൾ വല്ലാതെ വികസിച്ചിട്ടുണ്ട്. ജനം 10 വർഷം തന്നപ്പോഴും ഈ പറഞ്ഞ ന്യൂയോർക്ക് പോലെ എന്തേ ആക്കാത്തത് എന്താണ് ഗോവിന്ദനോട് ചോദിക്കുന്നത്. പാവപ്പെട്ട എന്ന വാക്ക് പോലും ഇല്ലാതാക്കുമെന്ന ഗോവിന്ദന്റെ ഡയലോഗ് അടികേട്ട് കണ്ണും മിഴിച്ചിരിക്കുകയാണ് പിണറായി. ഇത്ര വലിയ വാഗ്ദാനങ്ങളൊക്കെ വേണോ ഗോവിന്ദ എന്ന ഞെട്ടൽ. തുടർ ഭരണം ഉണ്ടാകരുത് എന്ന് K സച്ചിദാനന്ദൻ തുറന്നടിച്ചിരിക്കുന്നു. പിന്നാലെ ഇത് എല്ലാവരും ഏറ്റെടുത്തും കഴിഞ്ഞു. തുടർന്നാണ് പറഞ്ഞത് ഉൾക്കൊള്ളുന്നുവെന്നും എന്നാൽ തുടർ ഭരണം വന്നാലേ ഇനിയും നാട് പുരോഗമിക്കൂ എന്നും ഗോവിന്ദൻ പറയുന്നത്. സാംസ്കാരിക നായകന്മാരെല്ലാം CPM-നെ കൈവിട്ടിരിക്കുകയാണ്. പാർട്ടി ഇപ്പോൾ ഏകാധിപത്യത്തിലേക്ക് മാറി എന്ന് വ്യക്തമാകുന്നു. പിണറായിയെ രാജാവാക്കി വാഴിക്കൽ ഇതുവരെ പാർട്ടിക്കില്ലാത്ത രീതികളിലേക്കുള്ള അധപതനത്തിലേക്കാണ് എത്തിച്ചത്. സാംസ്കാരിക നായകർ ഇത്തരത്തിൽ വാദിക്കുന്നുമുണ്ട്. ഇടത് സർക്കാരിന്റെ തുടർഭരണം സംബന്ധിച്ച തന്റെ നിരീക്ഷണങ്ങളിൽ വിശദീകരണവുമായി എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K സച്ചിദാനന്ദനും രംഗത്തെത്തി. ഒരു പാർട്ടിക്ക് തുടർ ഭരണം ലഭിക്കുന്നത് അത്ര നല്ല ആശയമല്ല എന്നും ബംഗാളിലെ അനുഭവം മുൻനിർത്തിയാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത തരം ആളുകളും അവസരവാദികളും ഭരണ സംവിധാനങ്ങളിലേക്ക് കടന്നു വരാനും സ്വന്തം ആവശ്യങ്ങൾക്കായി പാർട്ടിയെ ഉപയോഗിക്കാനും സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇത്തരമൊരു തകർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷത്തിനുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് കരുത്തുറ്റ പ്രതിപക്ഷമാണ് എന്നും പ്രതിപക്ഷത്തിലിരിക്കുന്നത് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും വീണ്ടും ഒരു ഭരണം കൂടി ലഭിച്ചാൽ അത് അങ്ങനെയായിട്ടുള്ള പതനത്തിലേക്ക് സാധ്യതകൾ വിരൽ ചൂണ്ടുന്നു എന്നും കൂടുതൽ സാധ്യതകൾ അത് തന്നെയാണ് എന്നും വ്യക്തമാക്കുകയാണ് സച്ചിദാനന്ദൻ. അധികാരമോഹികൾ പാർട്ടിയിൽ വന്നു ചേരുന്നത് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കാനും ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റാനും കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ സർക്കാരിന്റെ കീഴിൽ വികസനം, പരിസ്ഥിതി സംരക്ഷണം, സാക്ഷരത, മലയാള ഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടങ്ങി നിരവധി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജനസൗഹൃദമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും നിലവിൽ ആ തുടർ ഭരണം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാൻ മാറാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഭരണ നേതൃത്വത്തെയോ പാർട്ടിയെയോ വിമർശിക്കുന്ന പൊതുജനങ്ങൾക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നും അദ്ദേഹം വിമർശിക്കുകയാണ്. കൂടാതെ വോട്ട് ലക്ഷ്യമാക്കി ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള മതേതര പാർട്ടികളുടെ ശ്രമങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ആശയപരമായ തലത്തിൽ CPIM ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടി. പഴയകാലത്തെ സായുധ വിപ്ലവങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളിൽ കാപട്യമുണ്ടെന്നും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സ്റ്റാലിനിസവും ചൈനയുടെ സാമ്രാജ്യത്വ സ്വഭാവവും ഇതിന് ഉദാഹരണമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. വലിയ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനാൽ സോഷ്യലിസം ലക്ഷ്യമാക്കിയുള്ള ജനാധിപത്യത്തിലാണ് ഇന്ത്യൻ പാർട്ടികൾ വിശ്വസിക്കേണ്ടതെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണം പാർട്ടിയെ നശിപ്പിക്കുമെന്നും തുടർച്ചയായ ഭരണത്തെക്കാൾ ജനാധിപത്യത്തിന് ഗുണകരമാകുക മാറി മാറി വരുന്ന ഭരണമാണ് എന്നും സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു.
ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ വീഴ്ച ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സച്ചിദാനന്ദന്റെ ഇങ്ങനെയുള്ള ഒരു നിരീക്ഷണം. ദീർഘകാലം അധികാരത്തിലിരുന്നപ്പോൾ ബംഗാളിൽ ഒരു വിഭാഗം അടിച്ചമർത്തപ്പെട്ടുവെന്നും നീതി നിഷേധം ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPM മൂന്നാം ഭരണത്തിനായി പ്രചാരണം നടത്തുന്നതിനിടെ CPM സഹയാത്രികൻ കൂടിയായ സച്ചിദാനന്ദൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സച്ചിദാനന്ദന്റെ മുൻപത്തെ ലേഖനത്തോട് പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയായിട്ടാണ് ഇതിനെ തങ്ങൾ കാണുന്നതെന്നും ഇടതുപക്ഷത്തിന് ആത്യന്തികമായി വിജയമോ പരാജയമോ ഇല്ല എന്നും ഗോവിന്ദൻ അന്ന് പ്രതികരിച്ചിരുന്നു. ഏത് വിമർശനങ്ങളും ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാണെന്നും എന്നാൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ഗവൺമെന്റ് തുടരേണ്ടത് അത്യാവശ്യമായി മാറിയ സാഹചര്യമാണെന്ന് വ്യക്തമാക്കുന്നതെന്നുമാണ് ഗോവിന്ദന്റെ പക്ഷം. ഇതിനിടെ സച്ചിദാനന്ദൻ പാർട്ടി പ്രവർത്തകനല്ല എന്നും ഒരു ഇടതുപക്ഷ അഭ്യുദയകാംക്ഷി മാത്രമാണ് എന്നും KK ശൈലജ ടീച്ചർ പ്രതികരിച്ചതും ശ്രദ്ധേയമാണ്. വികസനത്തിന്റെ തുടർച്ചയ്ക്കായി ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരണമെന്നാണ് മുന്നണിയുടെ നിലപാടെന്നും അവർ വ്യക്തമാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ.